അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് കിട്ടും എന്നാൽ നമുക്ക് എന്ത് കൊടുക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട രണ്ടുപേരും അമല ഞങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഞങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതായിരിക്കും ചിന്തിക്കണം. ഇനി ചിലപ്പോഴൊക്കെ പരാതികൾ പറയാം, അമ്മ സ്നേഹിക്കുന്നില്ല, അപ്പ സ്നേഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്നേഹം കൊടുക്കാൻ നിങ്ങളിൽ കുറവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയും, നമ്മുടെ ചിന്തിതായിരിക്കണം, എനിക്ക് അവരെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് അവർക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. ഈ ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ക്രമപ്പെട്ടോളും. ആ ഒരു ചിന്തയോടുകൂടി നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കും. കാരണം ഒരു നീണ്ട കാലം ഇത് കൊടുക്കാനുള്ളതാണ്, കിട്ടാനുള്ളതല്ല കൊടുക്കാനുള്ളതാണ്. കിട്ടിക്കോട്ടെ, അതിന്റെ സ്വാഭാവികമായ ഭാഗമാണ് അതൊക്കെ. ഞാൻ ഇത് വേണ്ടെന്ന് വെക്കുന്നതല്ല കേട്ടോ. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ മനസ്സിൽ എനിക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതായിരിക്കണം എന്റെ പരാതി. ഒരിക്കലും എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതായിരിക്കണം എന്റെ അർത്ഥം. ഞാൻ ഇനി ഇനീഷ്യേറ്റീവ് എന്റെ ഭാഗത്തു നിന്നായിരിക്കണം തുടക്കം. ഈ കുടുംബത്തിലാണെങ്കിലും ഞാനായിരിക്കണം കൊടുക്കാനുള്ള ആള്. വീട്ടിൽ വരുന്ന ഗസ്റ്റ് ആണെങ്കിലും ആരാണെങ്കിലും എനിക്കാണ് കൂടുതൽ ആ വീട്ടില് സ്നേഹം കൊടുക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ പരിഗണന കൊടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു ചിന്തയിലേക്ക് നിങ്ങൾ വളരുമ്പോൾ മാനസികമായ